മാഷെ നമസ്കാരം. നമസ്കാരം. പാലക്കാട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആര് ജയിക്കുമെന്നുള്ള കൂലങ്കലുഷിതമായ ചർച്ചകളിലാണ് എല്ലാവരും. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്നലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു NDAയുടെ ഒരു അനാലിസിസ് ഒക്കെ നടന്നു. എന്താണ് സംഭവിക്കാൻ പോകുക എന്നൊക്കെ ഉള്ളൊരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അവർ പറഞ്ഞത് സി കൃഷ്ണകുമാർ ജയിക്കും. ഓക്കെ, സി കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് UDF 3ാം സ്ഥാനത്തേക്ക് പോകും. അതായത് ഏറ്റവും പ്രധാനമായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ സി കൃഷ്ണകുമാറും തമ്മിലാണ് മത്സരമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിൽ ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിന് അടിച്ചുണ്ടായിരുന്നുവെന്നും സി കൃഷ്ണകുമാറിനാണ് അടിച്ചു എന്നൊക്കെ പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? സരിന് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ സരിന് അത്രയും മുന്നേറ്റം ഉണ്ടാക്കിയാൽ തന്നെ സി കൃഷ്ണകുമാറിനെ അത് വലിയ തോതിൽ ഒരു പരിധിക്ക് മുകളിൽ സരിൻ പിന്നെ മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ സി കൃഷ്ണകുമാറിനെ അത് ബാധിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുമോ? എന്താണ് മാഷ്ക്ക് തോന്നുന്നത്? ഇപ്പോൾ പാലക്കാട് ഇലക്ഷനെ കുറിച്ച് എന്നല്ല, നമ്മളെ എന്തും ഒരു ഇലക്ഷന് ശേഷം പോളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പരിധി വിട്ട വിശകലനവും നമുക്ക് നടത്താം, അഭിപ്രായം പറയാമല്ലോ. കാരണം അത് പോളിങ്ങിനെ ബാധിക്കില്ല. മറ്റേപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് ഈ അപ്രതീക്ഷിതവും അസംഭവ്യവുമായ നിരീക്ഷണങ്ങൾ നടത്തിയാൽ അത് സ്വന്തം അണികളെ തന്നെ ബാധിക്കും. നമ്മുടെ നേതാവ് ഇങ്ങനെ വിടുവായത്തം പറയാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു സുരേന്ദ്രനിപ്പോൾ സി കൃഷ്ണകുമാർ ജയിക്കും എന്ന് പറയുന്നതിൽ ഒരത്ഭുതമില്ല. അത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അതല്ല എന്ന് പറഞ്ഞാലാണ് അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രനെ പോലൊരു നേതാവ് പാലക്കാട്, അദ്ദേഹം പോലും എനിക്ക് തോന്നുന്നു അവിടെ പ്രസംഗിച്ചിട്ടുള്ളത് ഞങ്ങളും ഇടതുപക്ഷവും തമ്മിലല്ല. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന്, UDF LDF ചേർന്ന ഒരു മുന്നണിയോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ LDF 2ാം സ്ഥാനത്തേക്ക് വരികയും UDF എന്ന് പറഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് പോകും. അതിലിപ്പോൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒന്ന്, എല്ലാ പ്രവചനങ്ങളും ഇലക്ഷൻ വരെയുള്ള എല്ലാ പ്രവചനങ്ങളിലും ഈ പറഞ്ഞ എല്ലാ കോലാഹലങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഏറെക്കുറെ ഉള്ള വിശകലനങ്ങൾ. ഇപ്പോൾ ABC നമ്മുടെ ജയശങ്കർ സാർ ഉൾപ്പെടെ അവസാന റൗണ്ടിൽ അദ്ദേഹത്തിന് അനുകൂലം രാഹുൽ മാങ്കൂട്ടത്തിന് കഷ്ടിച്ച് ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷെ അതിനിടയിൽ ഈ ഇലക്ഷൻ്റെ ഈ എന്താ പറയുക, ശബ്ദായമാനമായ പ്രചരണങ്ങൾ അവസാനിച്ചിട്ടുള്ള ശേഷമുള്ള മണിക്കൂറുകളുണ്ടല്ലോ, അതിനിടയിൽ ലാസ്റ്റ് മിനിറ്റിൽ നടന്ന ചില ഡെവലപ്മെൻറ്റ്സ്, അതായത് നിശബ്ദ പ്രചാരണ സമയങ്ങളിൽ ആ സമയത്ത് നടന്ന ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതോ അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട്, അതായത് അവസാനത്തെ ഒരു 3 ദിവസം നടന്ന ചില ഡെവലപ്മെൻറ്റ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ വിശകലനത്തിൽ വന്നിട്ടില്ല. സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുവരെ നടത്താത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് സുരേന്ദ്രനെ പോലെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ് വന്നതും തീർത്തും വാചികം മാത്രമല്ല, അത് കാർമ്മികം കൂടിയാണ്. അതിൻ്റെ പിന്നിൽ ചില അംശങ്ങളുണ്ട്. ചില വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അപ്രതീക്ഷിതമായി തുഷാർ വെള്ളാപ്പള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇടതുപക്ഷമായിട്ടാണ് ചർച്ച ചെയ്തത്. തുഷാർ വെള്ളാപ്പള്ളി പ്രചരണത്തിന് വന്നു എന്ന് മാത്രമല്ല, ആരുടെ പ്രചരണത്തിനാണ് വന്നത്? NDAയുടെ കൺവീനറാണ് അദ്ദേഹം, ഒന്ന് ഓർക്കണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ മാഷ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന തൊട്ട് മുമ്പ് ഈ തോക്ക് സ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഭദ്രാനന്ദിൻ്റെ ഒരു വാർത്താ സമ്മേളനം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടന്നു. ഞാൻ കണ്ടു. അപ്പോൾ സ്വാമി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തുഷാർ വെള്ളാപ്പള്ളി അവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ CPM-ഉമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയെന്നും ഈ എന്താണ് യഥാർത്ഥത്തിൽ BJPക്ക് എതിരെയാണ് ഈ പറയുന്ന തുഷാർ എന്നൊക്കെയാണ് സ്വാമി പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി, അതാണ് ഇപ്പം മാഷ് പറഞ്ഞത്, ഇതും കൂടി ഞാൻ കൂട്ടി വായിക്കുകയാണ്. സ്വാമി പറഞ്ഞതും മാഷ് പറഞ്ഞതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മണക്കുന്നുണ്ട്. മാഷ്ക്ക് തുടരാം. അതെ, സ്വാമി പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു. അതിൽ ചെറിയ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞതാണ്, വെള്ളാപ്പള്ളിയും മോനും ചേർന്ന് കളിക്കുന്ന, സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ്. അച്ഛൻ്റെ കാലം ഇടതുപക്ഷത്തും മോൻ്റെ കാലം NDAയിലും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് അവർക്ക് വേണ്ടി മാത്രമാണ്. ആ 2 മുന്നണികൾക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അദ്ദേഹം സാർ. അതിനോട് ചേർത്ത് ഞാൻ ആലോചിക്കുന്ന കാര്യം, ഈ കോലാഹലങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടും
NDA ചെയർമാനാണ് സുരേന്ദ്രൻ. സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരുപാട് ആരോപണങ്ങൾ വന്നത്. NDAയുടെ കൺവീനറാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ബാധ്യതയുണ്ട്. മിണ്ടിയിട്ടില്ല ഒരക്ഷരം. അവസാന നിമിഷത്തെ ഒരു നീക്കം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പാലക്കാട്ട് വന്നു, വളരെ വളരെ വൈകി പാലക്കാട്ട് വന്നു എന്നുള്ളത് ശരിയാണ്. പാലക്കാട് ഒരു കേരളത്തിൽ വിജയസാധ്യതയുള്ള BJPയുടെ സീറ്റാണ്, NDAയുടെ സീറ്റാണ്. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്ത ആവശ്യത്തിന് ഉണ്ടായോ? 2, അവസാന നിമിഷം അദ്ദേഹം വന്നു. അതിനേക്കാളും സംശയാസ്പദമായ ഒരു കാര്യം, അദ്ദേഹം വന്നതുമായി ആകെ വന്ന വാർത്ത അദ്ദേഹം ഇടതുപക്ഷവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. സംശയാസ്പദമാണ്. ഒരു പക്ഷേ അച്ഛൻ്റെ ദൗത്യം അല്ലെങ്കിൽ അച്ഛനെ പിണറായി വിജയൻ ഏൽപ്പിച്ച ദൗത്യം അത് നിറവേറ്റി കൊടുക്കാനുള്ള വരവ് കൂടിയാണല്ലോ. ഞങ്ങൾ വേണ്ടത് ചെയ്തിട്ടുണ്ട്, ചെയ്തോളാം, വാക്കുകൊണ്ടെങ്കിലും അത് നടന്നിട്ടുണ്ടാവാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവനയിൽ ഒരു ഭാഗം അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് അദ്ദേഹവും നമ്മളും തള്ളി നിർത്തിയിരുന്ന ഇടതുപക്ഷത്തിനെ 2-ാം സ്ഥാനത്തെങ്കിലും എത്തിക്കുന്നതിൽ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള ചിലർ വഹിക്കുന്നുണ്ടോ? നമ്മൾ വഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല NDAയുടെ കൺവീനറുമാണ് അദ്ദേഹം. ആലോചിക്കേണ്ട ഒന്ന്. രണ്ടാമതൊരു കാര്യം, ആ 2 മുസ്ലിം പത്രങ്ങളിൽ വന്ന പരസ്യമാണ്. വളരെ കണ്ണിങ്ങായ സമയത്താണ് അത് കൂടുതൽ. നല്ല സമയത്താണ്. മാത്രമല്ല അത് അബദ്ധം പറ്റിയൊന്നുമല്ല. ഇവർക്ക് ആർക്ക് ഇത് അബദ്ധം പറ്റുന്ന MP രാജേഷിനും NN കൃഷ്ണദാസിനും ഒക്കെ അബദ്ധം പറ്റി. അബദ്ധമൊന്നുമല്ല, വളരെ കൃത്യമാണ്. അവർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല, പരസ്യം കൊടുക്കാൻ കുറഞ്ഞ താരിഫ് ഉള്ള പത്രങ്ങൾ നോക്കി. കുറഞ്ഞ താരിഫുള്ള പത്രങ്ങളെ വേറെ ഒരു പത്രവും കണ്ടില്ലല്ലോ. ഇതെന്തോ കോടതിയിൽ കേസ് കൊടുക്കാനാ? കുറഞ്ഞ താരിഫ് നമ്മൾ ദീപികയിലൊക്കെ വലിയ പൈസയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്താ പറയാ, അത് ABC അറിയാലോ, ആ കണക്കറിയാലോ, സർക്കുലേഷൻ അനുസരിച്ചല്ലേ താരിഫ് കൊടുക്കുക. അപ്പോൾ ആ 2 പത്രങ്ങളിലെ പരസ്യം അത് വളരെ നിർണായകമായ സംഗതി. അത് എന്താന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, അത് ലീഗിൻ്റെ വോട്ട് ലീഗിൻ്റെ വോട്ടിൽ നിന്ന് മൈനസ് സമസ്തയുടെ വോട്ട് ഭിന്നിപ്പിച്ചെടുക്കാൻ, അതും സമസ്തകൾ തമ്മിൽ ഏതാണ്ട് ഐക്യത്തിലായൊരു കാലമാണിപ്പോൾ. എന്നുവെച്ചാൽ സിറാജും സുപ്രഭാതവും ഇപ്പോൾ 2 അല്ല. എന്നുവെച്ചാൽ APയും EKയും 2 അല്ലാത്ത ഒരവസ്ഥ ഏറെക്കുറെ സുന്നിയിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് 2 കൂട്ടരുടെയും പൊതുശത്രു, ഇപ്പോൾ സമസ്തയിൽ ജിഫ്രി തങ്ങൾ വന്ന കാലം ഏതാണ്ട് കാന്തപുരം ഉന്നയിച്ച അതേ നിലപാടാണ് സമസ്തക്കകത്ത് ഇപ്പോൾ ജിഫ്രി തങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ജിഫ്രി തങ്ങളുടെ ഗ്രൂപ്പ് വഴി EK സമസ്ത, പ്യുവർ സമസ്ത, ലീഗ് അല്ലാത്തതോ അല്ലെങ്കിൽ സജീവ ലീഗ് അല്ലാത്തതോ ആയ സമസ്തയുണ്ടല്ലോ, ആ സമസ്തയെയും പ്ലസ് AP സമസ്തയെയും ഒരുമിച്ച് ബോധ്യപ്പെടുത്താനായി സന്ദീപ് വാര്യരെ കേന്ദ്രീകരിച്ച്. കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൂടാ എന്ന് പറയാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വൈകാരികമായി സ്വാധീനിക്കാൻ പറ്റിയതാണല്ലോ സന്ദീപിൻ്റെ പഴയകാല പ്രസ്താവനകൾ. RSSലും BJPയിലും ഇരിക്കുന്ന ഒരു നേതാവ് പിന്നെ അതല്ലാതെ എന്താ പറയേണ്ടത്? അദ്ദേഹം അത് പറയേണ്ട കാലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സിമ്പിളായിട്ടുള്ള മറുപടി അതിന് പറയേണ്ടതുള്ളൂ. ഞാനായിരുന്നു അന്ന് അതിനോട് സിൻസിയർ ആയിരുന്നു. ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ ബോധ്യപ്രകാരം ഞാൻ തള്ളി പറഞ്ഞിരിക്കുന്നു, ഞാൻ ജനാധിപത്യവാദിയാണ്, ഇപ്പം ഇനി മുതൽ കോൺഗ്രസിന് വേണ്ടി പറയുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ പ്രത്യേകിച്ച് ഈ യാഥാസ്ഥികന്മാരായ വിഭാഗത്തെ ഒരു പക്ഷേ പ്രീണിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനും അത് മതി. ഈ 2 ഘടകങ്ങൾ ഒരു പക്ഷേ സുരേന്ദ്രന് നമ്മളെക്കാളും സൂക്ഷ്മമായ സോഴ്സുകൾ ഉണ്ടാവുമല്ലോ. ഈ 2 ഘടകങ്ങൾ കൃത്യമായി ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിരിക്കുന്നു എന്ന ഒരു ചിത്രം വന്നിരിക്കാം. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണെങ്കിൽ ഇതിൽ ഈ ആദ്യത്തെ ഘടകവും 2ാമത്തെ ഘടകവും സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയും ആവാം. എന്തു വന്നാൽ ഈ 2 ഘടകങ്ങളാണ് അവസാന നിമിഷം വന്ന മാറ്റത്തിന് സാധ്യത. പക്ഷെ അപ്പോഴും ഇതൊക്കെ അന്തിമമായി ഒരു ഉത്ബുദ്ധ കേരളത്തിലെ പാലക്കാട് പ്രത്യേകിച്ചും നമ്മളെക്കാൾ കേരളത്തെക്കാൾ ഫോർവേഡാണ് അവർ പല കാര്യങ്ങളിലും. വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു കണക്കെടുത്തു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫോർവേഡാണ് അവർ എല്ലാ കാലത്തിനും. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം തുടങ്ങി ഒറ്റപ്പാലം താലൂക്കിലാണ് നമ്മളെ AICC പ്രസിഡന്റ് തൊട്ടുള്ള എന്താ പറയുക, ഞാൻ പേര് എന്തായാലും ചേറ്റൂർ ശങ്കരൻ നായർ ഉൾപ്പെടെയുള്ള, പിന്നീട് പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന VP മേനോൻ ഉൾപ്പെടെയുള്ള ശശി തരൂർ വരെ പാലക്കാട്ടുകാരൻ. ശശി തരൂർ പാലക്കാട്ടുകാരൻ. അതിന് മുമ്പ് കുറേ പേര് ആ ഒരു ടീമുണ്ടല്ലോ. നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി, അവരുടെ അമ്മ അമ്മു സ്വാമിനാഥൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ആളാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന 11 വനിതകളിൽ 3 പേരാണ് മലയാളികൾ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ്.
കേരളത്തിൽ BJP-യുടെ ആദ്യ MLA ഒ രാജഗോപാലിന്റെ സ്ഥലവും പാലക്കാട്. രാജഗോപാൽ അവിടെയാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ വൈവിധ്യവും പ്രബുദ്ധതയുള്ളൊരു നാടാണ് പാലക്കാട്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരിക്കും. പാലക്കാട്ടുകാരെ ഈ പറയുന്ന അവസാന നിമിഷത്തെ ഗിമ്മിക്കുകൾ കൊണ്ടും ഈ അന്തർനാടകങ്ങൾ കൊണ്ടും സ്വാധീനിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ഒരു സന്ദേഹം. ബാക്കി ഇനി റിസൾട്ട് വന്നിട്ട് പറയാം. ഒറ്റ കാര്യം കൂടി അതിലുണ്ട്. പക്ഷേ ഒരു കാര്യം സംശയിക്കാവുന്നത്, പുതിയ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പണമാണ്, കള്ളപ്പണമാണ്. ഇപ്പോൾ കേരളത്തിൽ കള്ളപ്പണം പരസ്യമായി വന്നു എന്ന് പറയേണ്ടി വരികയും അത് പിടിക്കുകയൊക്കെ ചെയ്ത ആരോപണം ഉണ്ടായത് BJP-ക്കെതിരെയാണ്. പാലക്കാട്ടും ഇപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ കൂടി പോക്കിന് ശേഷം അതിഭീകരമായി പണമൊഴുകുന്നു എന്ന വാർത്ത പാലക്കാട്ട് നിന്നുണ്ട്. ഒരുപാട് കൊട്ടക്കണക്കിന് പണം ഒഴുക്കുക എന്ന് പറയില്ല, സാധിക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്, കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ട്. മാത്രമല്ല പാലക്കാട് ഒരു പ്രസ്റ്റീജ് സംഭവമായി സന്ദീപ് വാര്യർ കൂടി പോയതോടെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏതാണ്ട് കൃത്യമായി ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആയിരിക്കാം കെ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ സുരേന്ദ്രൻ്റെ പദ്ധതികൾ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ സ്വപ്നമെന്നല്ല, അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് കാണാൻ നമുക്ക് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴുള്ളൊരു ചിത്രം. തീർച്ചയായും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സന്ദീപ് വാര്യർ ആദ്യം CPM-ലേക്കാണ് പോകാൻ ശ്രമിച്ചതെന്നും ക്രിസ്റ്റൽ ക്ലിയറാണ് സന്ദീപ് വാര്യർ എന്ന് AK ബാലൻ്റെ പ്രസ്താവനയൊക്കെ വന്നതിന് ശേഷം ഈ പിണറായി വിജയൻ്റെ ഒരു എതിർപ്പിനെ തുടർന്നാണ് സന്ദീപ് വാര്യർ അങ്ങോട്ട് പോകാത്തത് എന്നുള്ളൊരു അഭ്യൂഹം പരന്നിട്ടുണ്ടായിരുന്നു. അതും പിന്നീട് പറഞ്ഞത് അത് കെ സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായി സുരേന്ദ്രൻ അത് ബ്ലോക്ക് ചെയ്തതാണ് എന്നുള്ള ചില ന്യൂസുകൾ വന്നിട്ടുണ്ട്. സത്യാവസ്ഥ അറിയില്ല, എങ്കിൽ പോലും ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തോന്നിപ്പോവുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഈ ആളുകളെ വിലയിരുത്തുന്നതിലൊക്കെയുള്ള ഒരു ഗൗരവക്കുറവാണത്. ഇപ്പോൾ പാർത്ഥനറിയാലോ, കേരള രാഷ്ട്രീയത്തിൽ ഇന്നുള്ള യുവ നേതാക്കളിൽ ഒരു കാലിബർ വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ അത്ര മോശമല്ലല്ലോ. ഇനി സന്ദീപ് വാര്യർക്ക് എതിരായി BJP-യിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, ഇപ്പോൾ ഈ അധികാരം, കസേര മോഹം ഉൾപ്പെടെയുള്ള ദോഷങ്ങൾ, വ്യക്തിപരമായ ദൂഷ്യങ്ങൾ, ഇതില്ലാത്ത നേതാക്കൾ ആരുണ്ട് എന്ന ചോദ്യം കൂടി ചേർക്കുമ്പോൾ ഒരാളെ എങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിൽ കാര്യമില്ല. പിന്നെ നമ്മുടെ ഒരു പൊതു രീതി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരാൾ നല്ലവനും അപ്പുറത്ത് പോയ മോശക്കാരനും എന്ന രീതിയിൽ എടുത്താൽ മതി. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്, രാഷ്ട്രീയത്തിൽ ഒരു പൊതു ഒരു സംസ്കാരമാണത്. അങ്ങനെ എടുത്താൽ മതി. ഇനി റിസൾട്ട് വരട്ടെ. നമുക്കിപ്പോൾ ലഭ്യമായ ഭൗതിക യാഥാർത്ഥ്യങ്ങളും വിവരങ്ങളും വാർത്തകളും വെച്ചുകൊണ്ടല്ലേ ന്യൂസ് അനാലിസിസ് പറ്റുള്ളൂ. നമ്മുടെ വികാരവും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ മോഹങ്ങളും വാർത്തകളിൽ വെച്ച് കെട്ടുന്നതിൽ അർത്ഥമില്ല. അതെ, തീർച്ചയായും.